Linguistics in ancient India. The study of language has ancient precedents in India. Greek and Indian cultures were the two prominent civilizations that studied the തിയറി ഓഫ് ലാംഗ്വേജ്. അപ്പം ഈ ലാംഗ്വേജ് സ്റ്റഡീസിന് പണ്ട് തൊട്ടേ ഇന്ത്യയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രിസീഡൻസ് എന്ന് പറയുന്നത് ദ കണ്ടീഷൻ ഓഫ് ബീങ് കൺസിഡേർഡ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സമ്മൺ ഓർ സംതിങ്. അതേപോലെ തന്നെ ഗ്രീക്കും ഇന്ത്യൻ കൾച്ചേഴ്സിലാണ് ഈ ഒരു തിയറി ഓഫ് ലാംഗ്വേജ് സ്റ്റഡി ചെയ്തിരുന്നത്. പക്ഷേ ഗ്രീക്ക് കൾച്ചറിൽ ആ ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് സ്റ്റഡി ഇല്ലായിരുന്നു ലാംഗ്വേജിൻ്റെ. അതേസമയം ഇന്ത്യയിൽ അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരുന്നു. ആൻഡ് ദാറ്റ് സ്റ്റഡി കണ്ടിന്യൂഡ് ഫോർ ഓവർ 3000 years. പിന്നെ ഏൻഷ്യൻറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി നടത്തിയിരുന്നത് സാൻസ്ക്രിറ്റ്, തമിഴ് ആൻഡ് തിബറ്റ് ലാംഗ്വേജസിലായിരുന്നു. Both the nature and structure of language were the concerns of ancient Indian linguists and extends across phonetics to philosophy. അപ്പം പണ്ടുള്ള ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ലിംഗ്വിസ്റ്റ് മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ആ ഒരു സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജിലും അതുപോലെ തന്നെ നേച്ചർ ഓഫ് ലാംഗ്വേജ്, ഈ രണ്ട് കൺസെപ്റ്റിലായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. The primary focus and concern of the linguistic enquiries of these languages pertain to the accurate study and preservation of scriptures or Vedas. അപ്പോൾ മെയിനായിട്ടും ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയിൽ അവർ ചെയ്തിരുന്നത് ആ ഒരു പ്രിസർവേഷൻ ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ് ഓർ വേദാസ്. അപ്പം വേദ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റേഴ്സാണ്, ടെക്സ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രിസർവേഷനും അതിൻ്റെ ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയുമായിരുന്നു ആദ്യകാലത്ത് നടന്നിരുന്നത്. Thus, the basic aim was religious. The traditional focus was on the development of a system that could maintain the purity as conceived by the practitioners of the religious text. അപ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത് ഈ ഒരു വേദിക് ടെക്സ്റ്റിൻ്റെ എല്ലാം പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റഡി കൊണ്ട് പണ്ട് ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഈ ഒരു സ്ക്രിപ്റ്റേഴ്സൊക്കെ ഒരു ഹെറിഡിറ്ററി സിസ്റ്റത്തിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. സോ അതിനകത്ത് പ്രത്യേകിച്ച് ഇറേഴ്സ് ഒന്നും വരത്തില്ല. അപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ അതിങ്ങനെ പൂർവികരിൽ നിന്ന് പഠിച്ചു വരുമ്പം ആ ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസിൽ അല്ലെങ്കിൽ ആ ലാംഗ്വേജിൽ പ്രത്യേകിച്ച് തെറ്റുകളൊന്നും കാണത്തില്ല. പിന്നെ ഒറാലിറ്റി ആൻഡ് പെർഫോമറ്റിവിറ്റി ആയിരുന്നു മേജർ എലമെൻറ്റ്സ്. അത് ആ ഒരു മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരുന്ന രണ്ട് ആസ്പെക്ട്സ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒറാലിറ്റി ആൻഡ് പെർഫോമറ്റിവിറ്റി. പെർഫോമറ്റിവിറ്റി മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ദി പവർ ഓഫ് ലാംഗ്വേജ് ടു എഫക്ട് ദ ചേഞ്ച് ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ലാംഗ്വേജ് കൊണ്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഇത് വരുന്നോ, അതാണ് മെയിനായിട്ടും കണ്ടിരുന്നത്. ദ പ്രൈമറി നോഷൻ ഹെൽപ്പ് ബൈ ദീസ് പ്രാക്ടീസസ് വാസ് ദ പ്യൂരിറ്റി ആൻഡ് എറ്റേണൽ നേച്ചർ ഓഫ് ലാംഗ്വേജ്. അതുപോലെ തന്നെ ഈ ഓരോ പ്രാക്ടീസസിനകത്തും പ്യൂരിറ്റി ആൻഡ് എറ്റേണൽ നേച്ചർ ഓഫ് ലാംഗ്വേജ്, ഈ രണ്ട് ഏരിയാസും ഫോക്കസ് ചെയ്തിരുന്നു. പിന്നെ റിട്ടൺ ലാംഗ്വേജിനായിരുന്നു കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്. വെർനാക്കുലർ ലാംഗ്വേജിനെക്കാട്ടിയും റിട്ടൺ ലാംഗ്വേജിനായിരുന്നു അവിടെ പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. Linguistic features were studied as Vyakaranas to provide a proper understanding of the Vedas. 6 systems were in place and were together called as Vedangas. അപ്പോൾ ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് എല്ലാം വ്യാകരണാസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലായിരുന്നു. അതിലാണ് വന്നത്. ഈ ഒരു വേദാംഗാസിലുള്ളൊരു ലെവലാണ്. അപ്പോൾ ഈ വേദാംഗാസ് മീൻസ് ഇറ്റ്സ് 6 auxiliary disciplines of Hinduism that developed in ancient times and have been connected with the study of Vedas. അപ്പം വേദാംഗ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓക്സിലറി ഡിസിപ്ലിൻസ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ്? ഒരു സ്റ്റഡി ഓഫ് വേദാസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള നോളജാണ് അതിനകത്ത് പറയുന്നത്. സോ വേദാംഗാസ് ലിറ്ററലി മീൻസ് ദ ലിംബ്സ് ഓർ പാർട്സ് ഓഫ് വേദാസ്. അപ്പം ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെക്കുറിച്ചും ഓവറോൾ പേഴ്സണാലിറ്റി, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേദാസ്, ഇതെല്ലാം ഈ വേദാംഗാസിൽ കൂടെയാണ് നമുക്ക് മനസ്സിലാക്കിയിരുന്നത്. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സ് വരുന്നത് ഈ ഒരു വ്യാകരണ എന്ന് പറഞ്ഞൊരു വേദാംഗയിലാണ് വന്നിരുന്നത്. അപ്പോൾ ഓരോ വേദാംഗയും എന്താണെന്ന് നോക്കാം. അപ്പം അതിന് മുമ്പ് വേദാംഗാസിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് they were meant to help in the proper articulation and performance of the ritual. So we can see the all 6 Vedangas. First is Siksha, Siksha.
ഗൈഡ്ലൈൻസ് ഫോർ ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് വേദാസ്. അപ്പം വേദാസിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എല്ലാം നമ്മൾ ശിക്ഷ എന്ന് പറഞ്ഞ വേദാംഗയിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്രൊനൗൺസിയേഷൻ ആൻഡ് സിലബിൾസ് ത്രൂ കറക്റ്റ് ആക്സെൻറ്റ് ആൻഡ് ഇൻറ്റോനേഷൻ. അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് വേദാംഗ എന്ന് പറയുന്നത് കൽപ്പയാണ്. ഇറ്റ് ഡീൽസ് വിത്ത് റിച്വലിസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് വേദ. ദെൻ തേർഡ് ഇസ് വ്യാകരണ. വ്യാകരണയിലാണ് ആ ഒരു ഗ്രാമറിനെ കുറിച്ചും ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ചും എല്ലാം പറയുന്നത്. സോ വ്യാകരണ പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ദി വേദാസ്. അപ്പോൾ അതും എന്താണ്, ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് ദി ഗ്രാമർ അനാലിസിസ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് വേർഡ്സ് ആൻഡ് വേർഡ് ഫോർമേഷൻ, റൂട്ട് വേർഡ്സ് ആൻഡ് കോംപ്ലെക്സ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ആ വേർഡ്സിനെ കുറിച്ചും വേർഡ് ഫോർമേഷൻ, റൂട്ട് വേർഡ്സ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റണ്ണിങ് എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് റണ്ണെന്ന് പറയുന്നതാണ് റൂട്ട് വേർഡ്. അതുപോലെ തന്നെ കോംപ്ലെക്സ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സും വ്യാകരണയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് ഫോർത്ത് വേദാംഗ ഈസ് നിരുക്ത. NIRUKTA, നിരുക്ത. റൂൾസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് വേദിക് വേർഡ്സ്. അപ്പം വേദിക് വേർഡ്സിൻ്റെ മീനിങ് മനസ്സിലാക്കാനുള്ള റൂൾസ് എല്ലാം സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ഈ ഒരു നിരുക്ത എന്ന് പറഞ്ഞ വേദാംഗയിലാണ്. സോ ഇറ്റ് ഡീൽസ് വിത്ത് എക്സ്പ്ലനേഷൻ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡിഫിക്കൾട്ട് വേർഡ്സ് ആൻഡ് പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ദി ഹിഡൻ കോണ്ടൻറ്റ് ഓഫ് വേദാസ്. അതുപോലെ തന്നെ വേദാസിലുള്ള ഹിഡൻ കോണ്ടൻറ്റിൻ്റെ മീനിങ് ഡെസിഫർ ചെയ്യാനും നമ്മൾ ഈ ഒരു നിരുക്ത എന്ന് പറഞ്ഞ് എന്താണ് ഈ ഒരു വേദാംഗ യൂസ് ചെയ്യും. ദെൻ ദ ഫിഫ്ത്ത് വേദാംഗ ഈസ് ചന്ദ. CHANDA, ചന്ദ. It gives guidelines to understand the metrical composition of the Vedas. അപ്പോൾ മെട്രിക്കൽ കോമ്പോസിഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പോയിട്രിയിൽ. നെക്സ്റ്റ് ഇസ് ലാസ്റ്റ് വൺ ഇസ് ജ്യോതിഷ, helping in understanding the proper time or positioning of planets and constellations. അപ്പം ആ ഒരു പ്ലാനറ്ററി സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റ്, കോൺസ്റ്റലേഷൻസ് ഇതിനെക്കുറിച്ചൊക്കെയാണ് മെയിനായിട്ടും ജ്യോതിഷ എന്ന് പറഞ്ഞ സിക്സ്ത് വേദാംഗയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ബേസിക്കലി ഡീൽസ് വിത്ത് ദി knowledge of astrology. The ancient Indian linguists upheld three basic postulates of language. First, that language is speech and not writing. അപ്പം പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡി അല്ലെങ്കിൽ ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക്കിന് 3 പോസ്റ്റുലേറ്റ്സ് അല്ലെങ്കിൽ 3 റൂൾസ് ലാംഗ്വേജിൽ കൊണ്ടുവന്നു. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു സ്പീച്ചാണ് അല്ലെങ്കിൽ ഓറൽ ഫോമാണ്, റിട്ടൺ ഫോം അല്ലെന്നാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ഭാഷ, വാക്ക് ആൻഡ് വാണി ആർ ദ 3 വേർഡ്സ് യൂസ്ഡ് ഫോർ ലാംഗ്വേജ് ബൈ ഏൻഷ്യൻ സ്കോളേഴ്സ്. അപ്പോൾ പണ്ട് ലാംഗ്വേജിന് ഭാഷ, വാക്ക് ഓർ വാണി ഇങ്ങനെയായിരുന്നു അഡ്രസ്സ് ചെയ്തിരുന്നത്. ആൻഡ് ബേസിക്കലി ഈ എല്ലാ വേർഡ്സും സെയിം തന്നെയാണ്. Sandhi, a coalescence of sounds in context, is considered as one of the most important aspects of Indian ancient grammar. അതുപോലെ തന്നെ സന്ധി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും എന്താണ്, അത് ഇതിനകത്ത് അതെന്ന് പറയുന്നത് ഒരു കൗലസൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സന്ധി ഈസ് ദി കൗലസൻസ് ഓഫ് സൗണ്ട്സ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് in context is considered to be one of the important aspects. അപ്പം coalescence means joining or merging of elements to form one mass or whole. അപ്പോൾ ഈ സൗണ്ട്സിൻ്റെ അമാൽഗമേഷനെയാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അതും എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയിരുന്നു ഇന്ത്യൻ ഗ്രാമറിൻ്റെ. Western grammar does not deal extensively with this concept. Speech is positioned as subjective. Western ഗ്രാമറിൽ അങ്ങനെ ഒരു സന്ധി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. സ്പീച്ച് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവിൽ കൂടെയായിരുന്നു കണ്ടിരുന്നത്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ്, കാഴ്ചപ്പാടിനെയൊക്കെ സബ്ജക്റ്റീവ് എന്ന് പറയാം. ദ സോഴ്സ് ഓഫ് സ്പീച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്. അപ്പം ആ ഒരു സോഴ്സ് ഓഫ് സ്പീച്ച് എന്താണ്, ഇൻഡിവിജ്വലിൻ്റെ വെച്ച് മാറ്റം വരുന്നു എന്നാണ് ആ ഒരു വെസ്റ്റേൺ ഗ്രാമറിലുള്ളത്. ദിസ് കൺസെപ്റ്റ് പെർസീവ്സ് ലാംഗ്വേജ് ഇൻ റിലേഷൻ ടു റിയാലിറ്റി ആൻഡ് തോട്ട് ആൻഡ് കണക്ട്സ് ടു ദി സെക്കൻഡ് പോസ്റ്റുലേറ്റ് ദാറ്റ് ലാംഗ്വേജ് ഇസ് കോഗ്നിഷൻ ആൻഡ് നോട്ട് എ മിയർ മെക്കാനിസം ഫോർ കമ്മ്യൂണിക്കേഷൻ. പിന്നെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കോഗ്നിഷൻ എന്താണെന്ന് അറിയാം, ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റും ആ ഒരു മെൻ്റൽ ആക്ഷൻ ആൻഡ് ദ പ്രോസസ് ഓഫ് അക്വയറിങ് നോളജ്, അണ്ടർസ്റ്റാൻഡിങ് ത്രൂ തോട്ട് ഓർ എക്സ്പീരിയൻസ്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. അതാണ് സെക്കൻഡ് പോസ്റ്റുലേറ്റിൽ പറയുന്നത്. ദെൻ
and ancient Indian discourse on language is focused on expression and understanding of the self. Finally, language is considered as a constructivist system and not a representational system. This concept could be derived from the second postulate. അപ്പോൾ തേർഡ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് സിസ്റ്റമാണ് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് സയൻറ്റിഫിക് സ്റ്റഡി. അതിനെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. This concept could be derived from the second postulate. Ancient Indian linguists believed that language constructs the reality of our world. They asserted that since all knowledge is linguistic, in essence, knowledge is a construction. അപ്പം പണ്ടുണ്ടായിരുന്ന ലിംഗ്വിസ്റ്റ് എന്തായിരുന്നു വിചാരിച്ചത്? ഈ ഓൾ ലാംഗ്വേജ് കാരണമാണ് ഒരു റിയാലിറ്റി നിർമ്മിക്കപ്പെടുന്നതും അതുപോലെ തന്നെ എന്താണ് ലാംഗ്വേജ് എന്താണ് ഒരു ലിംഗ്വിസ്റ്റിക് ഇൻ എസെൻസ് നോളജ് ഇസ് എ കൺസ്ട്രക്ഷൻ ആണ്. ലാംഗ്വേജ് കൊണ്ടുള്ള നോളജ് ഒരു കൺസ്ട്രക്റ്റീവ് പ്രോസസ്സായിട്ടാണ് കൺസിഡർ ചെയ്തത്. ദീസ് കൺസെപ്റ്റ്സ് ഇൻസ്പയർഡ് ഡിസ്കോഴ്സസ് ഓൺ സ്ട്രക്ചറലിസം ദാറ്റ് ഗേവ് എ ന്യൂ ഡയറക്ഷൻ ടു ലാംഗ്വേജ് സ്റ്റഡീസ് ഇൻ ദ വെസ്റ്റ്. അപ്പം ഈ ഓരോ കൺസെപ്റ്റിൽ നിന്നാണ് സ്ട്രക്ചറലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വന്നത്. നിങ്ങൾ സ്ട്രക്ചറലിസം ഒക്കെ ഓൾറെഡി പഠിച്ചതാണ്. ആസ് മെൻഷൻഡ് ഇൻ ദ ഫോർത്ത് മൊഡ്യൂൾ, ദ എമർജൻസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആസ് എ ഡിസിപ്ലിൻ ഇൻ ദ വെസ്റ്റ് സ്പ്രിങ്സ് ഫ്രം ദ സ്റ്റഡീസ് ഓഫ് Ferdinand.This. He was a French scholar of Sanskrit grammar at Geneva University, and his studies in ancient Indian linguistics set the trajectory of the language studies in the West by introducing the linguistic turn. അപ്പം ആ ഒരു വെസ്റ്റേൺ വേൾഡിനകത്ത് ഈ ഒരു ലിംഗ്വിസ്റ്റിക് സ്റ്റഡിയുടെ ഇമർജൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് സൊസോറിൽ നിന്നാണ്. സൊസോർ ഇന്ത്യൻ ഗ്രാമറിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് വെസ്റ്റേൺ ലിംഗ്വിസ്റ്റിക്സിനൊരു ഡെവലപ്മെൻറ്റ് വന്നത്. ഓക്കെ, the ancient Indian scholars were aware of the sound patterning and articulatory characteristics of those sounds. Formal phoneme-based alphabets distinguished as vowels and consonants were standardized in Sanskrit around 700 BCE. അപ്പം പണ്ടുള്ളവർ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് ഈ സൗണ്ട് പാറ്റേണിങ്ങും ആർട്ടിക്കുലേറ്ററി ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയിരുന്നു. അപ്പോൾ എന്താണ് ഫോണീം ബേസിൽ ആൽഫബറ്റ്സിന് വവൽസ് കോൺസണൻസ് ആയിട്ട് ആ ഒരു 700 BCയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്തിരുന്നു. ദ കോൺസണൻസ് വെർ ഡിവൈഡഡ് ഇൻ ടു 3 categories: സ്റ്റോപ്സ്, അപ്രോക്സിമെൻറ്റ്സ് ആൻഡ് വോയിസ്ലെസ് ഫ്രിക്കേറ്റീവ്സ്. അപ്പോൾ കോൺസണൻസിന് പിന്നെയും ഫേർദർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് സ്റ്റോപ്സ്, അപ്രോക്സിമെൻറ്റ്സ് ആൻഡ് വോയിസ്ലെസ് ഫ്രിക്കേറ്റീവ്സ് ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. Various scholars gave various terminology and analysis, and thus different schools emerged in Indian linguistics. അപ്പോൾ പല സ്കോളേഴ്സും പല ഡിഫറെൻറ്റ് ഐഡിയോളജീസ് അതിൻ്റെ ബേസിസിലുള്ള സ്കൂൾസും ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക്സിൽ വന്നു. സാൻസ്ക്രിറ്റ് വാസ് എ മോസ്റ്റ് പ്രോമിനൻറ്റ് ഏൻഷ്യൻ ലാംഗ്വേജ് വിത്ത് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് വേർഡ്സ് ആൻഡ് ഗ്രാമർ. അപ്പോൾ പണ്ട് ഇന്ത്യയിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആയിരുന്നു സാൻസ്ക്രിറ്റ്. അപ്പോൾ സാൻസ്ക്രിറ്റിലായിരുന്നു ആ സാൻസ്ക്രിറ്റ് ലാംഗ്വേജിൻ്റെ ബേസിസിലായിരുന്നു പല ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസും അന്ന് നടത്തിയിരുന്നത്. അപ്പോൾ അതിനകത്ത് പണ്ട് തൊട്ടേ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വേർഡ്സിനും ഗ്രാമേഴ്സിനും സ്പെസിഫിക് റൂൾസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം സാൻസ്ക്രിറ്റ് ഗ്രാമറിൻ്റെ റൂൾസും ബാക്കി കാര്യങ്ങളും എല്ലാം പല വർക്ക്സ്, പാണിനിയുടെ വർക്കിലും മഹാഭാസ്യ, ഭർത്തഹരിയുടെ വർക്ക്സിനകത്തും നാഗേഷ്, ഇങ്ങനെയുള്ള പല ലിംഗ്വിസ്റ്റിൻ്റെ വർക്ക്സിനകത്തും എവിഡൻ്റ് ആയിരുന്നു. Among these, Panini is a Sanskrit scholar whose contribution is a milestone in the development of linguistics in India. The study of linguistics in India is divided into pre-Panini ആൻഡ് പോസ്റ്റ് പാണിനി ഫേസസ്. അപ്പം ഈ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ലിംഗ്വിസ്റ്റ് ഇവരിൽ വെച്ചുള്ളതാണ് പാണിനി. അപ്പോൾ പാണിനിയുടെ ആ ഒരു വർക്ക് അഷ്ടാധ്യായി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അത് വന്നതിന് ശേഷം ഇന്ത്യൻ ലിംഗ്വിസ്റ്റിക്സ് ഫീൽഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു: പ്രീ പാണിനി ആൻഡ് പോസ്റ്റ് പാണിനി. പ്രീ പാണിനി മീൻസ് ഫ്രം ഋഗ്വേദ ടു പാണിനി ആൻഡ് പോസ്റ്റ് പാണിനി മീൻസ് ആഫ്റ്റർ പാണിനി. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ. ലിംഗ്വിസ്റ്റിക്സ് ഇൻ ഏൻഷ്യൻ ഇന്ത്യയുടെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇനിയുള്ള പാർട്സിനകത്ത് ഓരോരോ ലിംഗ്വിസ്റ്റും അവരുടെ വർക്ക്സും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും.